സോളും അച്ഛനും കാണാതെ കട്ടിലിനടിയിലൊക്കെ ഒളിച്ചു നിന്നിട്ടുണ്ടായിരുന്നത് കൂടെ തന്നെ ഇപ്പോൾ അച്ഛനും പോയിരിക്കുകയാണ്. സഞ്ജയും തനിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അവനും ടൂർണമെന്റില് റെക്കോർഡൊക്കെ തകർത്തിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവനും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു സർട്ടിഫിക്കറ്റും ട്രോഫിയും ലഭിക്കുന്നു. നീ തനിച്ചുണ്ടാകുന്ന സമയത്ത് ഞാനും നിന്റെ ഒപ്പം ഉണ്ടായിരിക്കുമെന്നൊക്കെ സോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതൊക്കെ എന്തൊരു കള്ളമാണെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവനും ജോഗിങ് ഒക്കെ ചെയ്യുകയാണ്. സഞ്ജയും ഇപ്പോൾ വീട്ടിലേക്കൊക്കെ മടങ്ങിയെത്തിയിരിക്കുന്നു. കുളിച്ചതിന് ശേഷം അവനും റൂമിലേക്കൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും അവന്റെ മുറിയിലൊക്കെ സോൾ കിടക്കുന്നതായിരുന്നു അവൻ കണ്ടിട്ടുമുണ്ടായിരുന്നത്. പക്ഷെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അവൻ കാണുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവനും കട്ടിലിലൊക്കെ പോയി ഇരിക്കുമ്പോഴത്തേക്കുമായിരുന്നു അവന്റെ കാലും അവളുടെ കൈക്കിട്ടൊക്കെ തട്ടുന്നത്. മാത്രമല്ല അവൻ അറിയാതെ എടുത്തിട്ടുണ്ടായിരുന്നത് അവളുടെ ചെരുപ്പൊക്കെ ആയിരുന്നു. സോൾ ശരിക്കും തന്റെ റൂമിലാണ് ഉള്ളതെന്നൊക്കെ മനസ്സിലാക്കുന്ന അവന് പെട്ടെന്ന് തന്നെ റൂമിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകുന്നു. പിന്നീട് ഷർട്ടൊക്കെ ഇട്ടതിന് ശേഷം അവനും അവൾക്ക് ബോധമുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുകയാണ്. അവളും വേർത്ത് കുളിച്ചൊക്കെ ആയിരുന്നു അവിടെ ഉറങ്ങിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവനും അവിടെ ഉണ്ടായിരുന്ന ഫാനൊക്കെ അവളുടെ നേർക്കായിട്ടൊക്കെ തിരിച്ചു വെക്കുന്നു. ഒരു മുടിയൊക്കെ പറന്ന് അവളുടെ മുഖത്തേക്ക് വരുമ്പോഴത്തേക്കും അവനും ആ ഒരു മുടിയൊക്കെ പതിയെ അവൾ പോലും അറിയാതെ മാറ്റുകയാണ്. അവൻ പോലും അറിയാതെ അവളുടെ കയ്യിലൊക്കെ ഒന്ന് തട്ടുന്നുണ്ടെങ്കിലും അവൾ എണീക്കാത്തത് കൊണ്ട് തന്നെ അവനും അവളുടെ ഒപ്പമൊക്കെ കൈ ചേർത്ത് വെച്ച് നോക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അതുവഴി ഒരു കൊതുകൊക്കെ പറക്കുന്നത് അവനും ശ്രദ്ധിക്കുന്നു. ആ ഒരു കൊതുകിനെ കൊല്ലുവാനായിട്ട് അവൻ നോക്കുന്നതിനിടയ്ക്കാകട്ടെ അവനും അവളുടെ അടുത്തായിട്ടൊക്കെ വന്ന് നിൽക്കുകയാണ്. അപ്പോഴായിരുന്നു അവളും കണ്ണു തുറക്കുന്നത്. ടൈസങ്ങും സോളിന്റെ ഒരു കോളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ടൈസങ്ങിന്റെ ഫ്രണ്ട് ആകട്ടെ കോള് വരുന്നതായിട്ടൊക്കെ കാണിച്ചുകൊണ്ട് ടൈസങ്ങിനെയും പറ്റിക്കുന്നു. സോൾ എപ്പോഴും എന്നെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. പക്ഷെ ഇന്നലെ തൊട്ട് അവളുടെ സ്വഭാവത്തിന് മൊത്തത്തിൽ മാറ്റം വന്നിരിക്കുന്നു. എങ്കിലും ഇപ്പോഴത്തെ അവൾ വളരെയധികം ക്യൂട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ടൈസങ്ങും ഇരിക്കുന്നത്. ഗാഹുവിന്റെ ശല്യമൊക്കെ സഹിക്കുവാൻ സാധിക്കാത്തത് കൊണ്ടല്ലായിരുന്നോ നീയും അവളുമായിട്ട് ഡേറ്റിനൊക്കെ പോയിട്ടുണ്ടായിരുന്നെന്നൊക്കെ ഫ്രണ്ട് ടൈസങ്ങിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ടൈസങ്ങും പ്രത്യേകിച്ച് ഒരു മറുപടിയും പറയുന്നില്ല. ഇതെല്ലാം തന്നെ അതുവഴി വന്നിട്ടുണ്ടായിരുന്ന ഇൻഹയും കേൾക്കുകയാണ്. സോളും ഇപ്പോൾ തന്നെ പുറത്തേക്ക് പോയിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വെളിയിൽ അച്ഛൻ ഉള്ളത് കൊണ്ട് തന്നെ അച്ഛൻ പോകുന്നവരെ വെയിറ്റ് ചെയ്യുവാനായിട്ടായിരുന്നു സഞ്ജയും അവളോട് പറയുന്നത്. അതൊക്കെ പോട്ടെ, നീ എന്തിനാണ് ഇവിടെ എത്തിയതെന്ന് സഞ്ജു ചോദിക്കുമ്പോഴത്തേക്കും അവളും കുറച്ച് ബുക്സ് ഒക്കെ തരുവാനായിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നതെന്ന് പറയുന്നു. പക്ഷേ ബുക്ക് തരുവാനെത്തിയ നീ എന്തിനാണ് ഇവിടെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നതെന്നാണ് അവനും ചോദിക്കുന്നത്. പക്ഷെ അപ്പോഴാണ് ശരിക്കും നടന്ന സംഭവത്തെ കുറിച്ച് അവളും പറയുന്നത്. അതായത് മേശപ്പുറത്തേക്ക് അവൾ ബുക്ക് വെച്ചിട്ട് അച്ഛൻ കാണാതെ ഒളിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ പോയതിനു ശേഷം പതിയെ വെളിയിലേക്കൊക്കെ ഇറങ്ങുവാനായിട്ട് നോക്കുന്ന സമയത്ത് മുകളിലുണ്ടായിരുന്ന മേശയിൽ നിന്നും മൂക്കൊക്കെ താഴേക്ക് വീണ് അവളുടെ തലയിൽ അത് വീഴുകയും അവളുടെ ബോധം പോവുകയുമായിരുന്നു ശരിക്കും നടന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളും അറിയിക്കുന്നു. സഞ്ജയും അതൊന്നും തന്നെ വിശ്വസിക്കുവാനായിട്ട് തയ്യാറല്ല എന്ന് പറയുമ്പോഴത്തേക്കും അവളും ഒരുപാട് പൊട്ടത്തരമൊക്കെ ചെയ്തിട്ടുള്ളതിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അതായത് പൂളിൽ വെച്ച് കിസ് ചെയ്തതിനെ കുറിച്ചായിരുന്നു സഞ്ജയ് ഓർക്കുന്നതെങ്കിൽ പൂളിന്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും സഞ്ജയോട് കുറെ അധികം പൊട്ടത്തരമൊക്കെ പറഞ്ഞതായിരുന്നു സോളിന്റെ ഓർമ്മയിലേക്കും വരുന്നത്. അന്ന് നടന്ന കാര്യങ്ങളൊക്കെ നിനക്കൊന്നും അല്ലായിരിക്കാം, പക്ഷെ എനിക്ക് അങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സഞ്ജയ് പിണങ്ങി നിൽക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും അന്ന് ഞാൻ നിന്നോട് മോശമായിട്ടൊക്കെ ആയിരുന്നു പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്കും ഒരു കാര്യങ്ങളും ഓർമ്മയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സോളും അവനോട് ക്ഷമ ചോദിക്കുന്നു. നിനക്കൊന്നും ഓർമ്മയില്ലാത്തത് വളരെ നല്ല കാര്യമാണ്. എനിക്കും അത് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. എന്തായാലും ഇവിടെ നീ മിണ്ടാതിരുന്നോ, സമയമാകുമ്പോൾ ഇറങ്ങിപ്പോയിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തും ദേഷ്യത്തിലൊക്കെ സഞ്ജയും പെരുമാറുന്നു. കസേരയിലിരിക്കുന്ന സഞ്ജയ് ആകട്ടെ മേശയിലിരുന്ന അവളുമായിട്ടുള്ള ഫോട്ടോയും മറ്റുമൊക്കെ ഒളിപ്പിച്ചും വെക്കുകയാണ്. സഞ്ജയുടെ ബാഗിൽ ട്രോഫിയൊക്കെ ഇരിക്കുന്നത് സോളും കാണുന്നു. മാത്രമല്ല അവന് മോട്ടിവേഷനൊക്കെ കിട്ടുവാനായിട്ട് കുറെ അധികം ബുക്സ് ഒക്കെ ആയിട്ടായിരുന്നല്ലോ അവൾ എത്തിയിട്ടുമുണ്ടായിരുന്നത്. നിനക്ക് ഉറക്കം വരാത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു ബുക്സ് ഒക്കെ നീ വായിച്ചു നോക്കണം. ലോകം തന്നെ തനിക്കെതിരായിട്ട് നിൽക്കുന്നു എന്നൊരു തോന്നലൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ എല്ലാവരുടെയും ലൈഫിൽ ഓരോരോ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകുന്നതാണ്. എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ച ദിവസമാകട്ടെ എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്നത്തെ ദിവസം വളരെ നല്ലൊരു ദിവസം ആയതുകൊണ്ട് തന്നെ ഒരു ദിവസത്തേക്ക് ജീവിച്ചിരിക്കുവാൻ. അങ്ങനെ പിന്നീടുള്ള മഴയൊക്കെ പെയ്യുന്ന ദിവസങ്ങളെല്ലാം തന്നെ കണ്ട് വെയിറ്റ് ചെയ്ത് ആ ഒരു മഴയൊക്കെ നിൽക്കുന്നോടം വരെ ജീവിക്കുക. അങ്ങനെ ഓരോരോ ദിവസങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് ഉള്ളിലുള്ള വിഷമവും ഇല്ലാതായിക്കൊണ്ടിരിക്കും. അത്രയും പറഞ്ഞതിന് ശേഷം നിനക്ക് എന്തെങ്കിലും മരിക്കുവാനായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ദിവസം കൂടി നീ കാത്തിരിക്ക്. ആ ഒരു ദിവസം ഞാനും നിന്നെ രക്ഷിക്കുവാനായിട്ട് എത്തുന്നതായിരിക്കുമെന്നൊക്കെ സോളും ഓർക്കുന്നു. അങ്ങനെ ഇരിക്കെ അതുവഴി വന്നിട്ടുണ്ടായിരുന്ന ഒരു കൊതുകിനെയൊക്കെ പിടിക്കുവാനായിട്ട് സോളും ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും അവന്റെ അടുത്തേക്കൊക്കെ സോള് വീഴുവാൻ തുടങ്ങുന്നു. പക്ഷെ അവനും കസേരയിൽ നിന്നും എണീറ്റുകൊണ്ട് അവളെയും പിടിക്കുകയാണ്. നിന്നെ കൊതുകൊക്കെ കടിക്കാതിരിക്കുവാനായിട്ടായിരുന്നു ഞാനും നിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നെന്നൊക്കെ സോൾ പറയുമ്പോഴത്തേക്കും അവനും ഒരു ഐഡിയ ഒക്കെ തോന്നുന്നു. അവനാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്ലാങ്കറ്റ് ഒക്കെ വെച്ച് അവളെ പൊതിഞ്ഞതിന് ശേഷം ബ്ലാങ്കറ്റ് ഒക്കെ എടുത്തോണ്ട് പോകുന്ന രീതിയിലൊക്കെ അവളെയും കൊണ്ട് അച്ഛന്റെ മുമ്പിലൂടെ ഒക്കെ പോകുകയാണ്. നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാമെന്നൊക്കെ സോളും സൺജയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സൺജയും ഒരു ഗേളിനും ബോയ്ക്കും ഒരിക്കലും ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല അവളും
അവനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയൊക്കെ കാണുമ്പോഴത്തേക്കും അവന്റെ ഉള്ളിലെ വിഷമമൊക്കെ അവൾ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ടെന്നൊക്കെ അവനും തോന്നുകയാണ്. അതെല്ലാം തന്നെ അവന് മൊത്തത്തിൽ ഒരു നാണക്കേടൊക്കെ ആയിരുന്നു സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാലം ഇല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എങ്ങനെയാണ് പെട്ടെന്ന് നമ്മുടെ ഇടയിലേക്ക് വന്നതെന്നൊക്കെ സൺഷൈൻ അവളോട് ചോദിക്കുമ്പോഴത്തേക്കും ഇതൊക്കെ അല്ലാതെ ഞാൻ മറ്റെന്താണ് ചെയ്യുക? നിനക്ക് വേണ്ടി ഇതുപോലെ ബുക്സ് ഒക്കെ മേടിച്ചു തരുവാനല്ലേ എനിക്ക് സാധിക്കുകയുള്ളൂ. എന്റെ കാലിന്റെ ചലനശക്തിയൊക്കെ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും എന്റെ കൈകൾ കെട്ടിയിരിക്കുന്നതായിട്ടും എന്റെ വാ പൂട്ടിയിരിക്കുന്നതുമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും നിനക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തു തരുവാനായിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സോൾ വിഷമിക്കുമ്പോഴത്തേക്കും എനിക്ക് വേണ്ടതൊന്നും തന്നെ ചെയ്തു തരുവാനായിട്ട് നിനക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നീയും എന്നെ വിട്ടു പോകണം. അത്രയും പറഞ്ഞതിന് ശേഷം അവളുടെ കാലിൽ ചെരുപ്പില്ല എന്ന് മനസ്സിലാക്കുന്ന അവനും അവന്റെ ചെരുപ്പൊക്കെ ഊരി അവൾക്ക് നൽകുന്നു. വീട്ടിലെത്തുന്ന സോളും സഞ്ജു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് വളരെയധികം വിഷമിച്ച് കരയുകയാണ്. ഹിൻചിന് ടോയ്ലറ്റിലേക്കൊക്കെ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷെ ലിഫ്റ്റ് ഒക്കെ ഓൾറെഡി വർക്കിംഗ് ആണ്. അങ്ങനെ ഇരിക്കെ അവളും മറ്റെന്തെങ്കിലും വഴിയൊക്കെ ഉണ്ടോ എന്ന് നോക്കുവാൻ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അവിടേക്ക് സോളിന്റെ ചേട്ടനും എത്തുന്നു. ചേട്ടന്റെ പല്ലൊക്കെ പോയതിനുള്ള കാരണം ഹിഞ്ചു ആണല്ലോ. അതുകൊണ്ട് തന്നെ പുതിയ പല്ലൊക്കെ വെച്ച് തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ചേട്ടനും ഹിഞ്ചുന്റെ അടുത്ത് എത്തിയത്. പക്ഷെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്റെ അങ്കിളിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഹിഞ്ചു പറയുമ്പോഴത്തേക്കും ആ അങ്കിളുടെ അപ്പോയിന്റ്മെന്റ് കിട്ടുവാനായിട്ട് വളരെ പ്രയാസമാണെന്നൊക്കെ പറഞ്ഞ് ചേട്ടനും അവളെ പിടിച്ചു നിർത്തുവാനൊക്കെ ശ്രമിക്കുന്നു. പക്ഷെ അവളും എങ്ങനെയൊക്കെയോ അവന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണ്. ഹിൻചും ടോയ്ലറ്റിന് മുമ്പിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ഡോർ തുറക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് പെട്ടെന്ന് അവിടേക്ക് ക്ലാസ് ഒക്കെ വിട്ട് കുറെ കുട്ടികൾ ഒന്നിച്ചു വരുന്നത്. ഹിൻചും അവരെ കാണുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നു. ഈ ഒരു സമയത്ത് അവളുടെ കൺട്രോളൊക്കെ പോവുകയാണ്. അങ്ങനെ ഇരിക്കെ ആ ഫ്രണ്ട്സും അവളുടെ അടുത്തേക്കൊക്കെ നടക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അവളും അവരെയൊക്കെ തടയുന്നു. പക്ഷെ അവളുടെ ഡ്രസ്സൊക്കെ എത്രത്തോളം മോശമായെന്ന് അവൾക്ക് അറിയിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ കൂടെ പോകുവാനുള്ള ധൈര്യവും അവൾക്ക് ഉണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് അവിടെ എത്തുന്ന ചേട്ടനും ചേട്ടന്റെ ഷർട്ടൊക്കെ ഊരിയിട്ട് അവൾക്ക് നൽകുകയാണ്. അതായത് അവളുടെ പാന്റിന്റെ അവിടെയൊക്കെ കെട്ടിക്കൊടുത്തിട്ട് അവളെയുമായിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അന്ന് ടൈസങ്ങിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ടൈസങ്ങിന്റെ ബർത്ത്ഡേക്ക് വരുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ അമ്മയുടെ മെസ്സേജും കണ്ട് അവൻ വിഷമിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് സോളും റെസ്റ്റോറന്റിലേക്കൊക്കെ എത്തുന്നത്. സത്യം പറ, നിനക്ക് 12 പേഴ്സണാലിറ്റി ഒക്കെ അല്ലേ ഉള്ളത് എന്നൊക്കെ ടൈസങ്ങും സോളിന്റെ അടുത്ത് ചോദിക്കുന്നു. ആ ഒരു സമയത്ത് സോളും സന്ദർഭമൊക്കെ മുതലാക്കിക്കൊണ്ട് അവന്റെ അടുത്തും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കുവാനായിട്ട് നോക്കുകയാണ്. എന്റെ ഉള്ളിൽ 2 പേരാണുള്ളത്. ഒന്നാമത്തേതാകട്ടെ 19 വയസ്സ് പ്രായമുള്ള രീതിയിൽ നിന്റെ അടുത്ത് ഇന്നസെന്റ് ആയിട്ട് പെരുമാറുന്ന ഒരു സോള്. മറ്റൊന്ന് വളരെയധികം മച്ചുവർ ആയിട്ടുള്ള ഈ ഒരു ഞാൻ. ഇന്നസെന്റ് ആയിട്ടുള്ള സോളിന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ആ ഒരു റിലേഷൻഷിപ്പിനോട് എനിക്ക് എതിർപ്പാണുള്ളത്. ഇപ്പോൾ അവൾ ഹൈസ്കൂൾ സീനിയർ ആണ്. അതുകൊണ്ട് തന്നെ പഠിക്കേണ്ട സമയമാണ്. അതിന്റെ ഇടയ്ക്ക് ഡേറ്റിംഗ് എന്ന് പറഞ്ഞു പോകുന്നത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ല എന്നൊക്കെയാണ് സോളും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇന്നസെന്റ് ആയിട്ടുള്ള സോളിന് എന്നെ ഇഷ്ടമാണെന്നും അല്ലാത്ത സോളിന് ഇപ്പോൾ പഠിക്കണമെന്നുമാണ് ആഗ്രഹം അല്ല എന്നൊക്കെ ടൈസങ്ങും ചോദിക്കുന്നു. അവളും അതേന്ന് പറഞ്ഞതിന് ശേഷം ഏറ്റവും ഒടുവിൽ ഞാനാണ് വിജയിക്കുവാനായിട്ട് പോകുക. അതുകൊണ്ട് തന്നെ അവളുമായിട്ട് മര്യാദയ്ക്ക് നീ ബ്രേക്കപ്പ് ആയിക്കോണമെന്നൊക്കെ സോളും ടൈസങ്ങിനോട് പറയുന്നു. എന്റെ ബർത്ത്ഡേ ആയിട്ട് നീ എന്താ സർപ്രൈസ് ഒക്കെ നൽകുമെന്ന് വിചാരിച്ചാണ് ഞാൻ എത്തിയത്. പക്ഷെ നീയും ഇങ്ങനെയൊക്കെയാണോ എന്റെ അടുത്ത് സംസാരിക്കുന്നതെന്നൊക്കെ ടൈസങ്ങും അവളോട് ചോദിക്കുന്നു. അപ്പോഴായിരുന്നു ടീനേജർ ആയിട്ടുള്ള സോൾ പ്ലാൻ ചെയ്ത പദ്ധതിനെ കുറിച്ചൊക്കെ ഈ ഒരു സോളും ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെയ്യരുതേ ചെയ്യരുതെന്ന് അവിടുത്തെ ഒരു സ്റ്റാഫിന്റെ അടുത്തൊക്കെ സോൾ പറയുന്നുണ്ടെങ്കിൽ പോലും ചെയ്തോളാനായിരിക്കും പറയുന്നതെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സ്റ്റാഫും സർപ്രൈസ് ഇവന്റ് ഒക്കെ നടത്തുന്നു. സോൾ ടൈസങ്ങിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാനായിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അതിന് മുമ്പായിട്ട് തന്നെ വീഡിയോയും പ്ലേ ആയിട്ടുണ്ടായിരുന്നു. അതായത് അവന് വേണ്ടിയിട്ട് അവൾ ഒരു പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ഒരു പാട്ടൊക്കെയാണ് ഇപ്പോൾ അവിടെ പ്ലേ ആക്കിയിട്ടുള്ളത്. ഹാപ്പി ബർത്ത്ഡേ ടൈസൺ ബൈ ടൈസൺസ് വൈഫി സോൾ. അങ്ങനെ ആയിരുന്നു അതിന്റെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോൾ എഴുതിയ ലിറിക്സ് വെച്ചിട്ട് സോളും പാട്ടൊക്കെ പാടുകയാണ്. അതിലാകട്ടെ ഒരുപാട് ആക്ടേഴ്സിന്റെ പേരൊക്കെ പറഞ്ഞതിന് ശേഷം അവരെ എല്ലാവരെയും ഞാൻ വേണ്ടെന്ന് പറയുമെങ്കിലും എനിക്ക് ടൈസങ്ങിനെ വേണമെന്നായിരുന്നു അവൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. ടൈസങ്ങിന് ഏറ്റവും പെർഫെക്റ്റ് മാച്ച് ആയിട്ടുള്ളത് ഞാൻ തന്നെയാണ്. എനിക്ക് ടൈസങ്ങിനെ ഒരുപാട് ഇഷ്ടമാണ്. ഈ ലോകത്ത് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ടൈസങ്ങിനെയാണ്. ടൈസങ് ഇല്ലാത്ത ഈ ഒരു ലോകത്ത് എനിക്ക് ജീവിക്കുവാനായിട്ടും സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോളിന്റെ പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സോള് സ്വയം ക്രിഞ്ചടിച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിലായിട്ട് അവന് വേണ്ടിയിട്ട് ഒരു കേക്കും ടെഡി ബിയറും ഒക്കെ വരികയാണ്. അതൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ടൈസങ്ങും നമുക്ക് ബ്രേക്കപ്പ് ആകാമെന്നൊക്കെ നീ കള്ളം പറഞ്ഞതല്ലായിരുന്നോ? ഈ ഒരു സർപ്രൈസ് ഇവന്റ് ഒക്കെ കുറച്ചുകൂടി കളറാക്കുവാനായിട്ടല്ലായിരുന്നോ നീയും എന്റെ അടുത്ത് കള്ളമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നാണ് ടൈസങ്ങും ചോദിക്കുന്നത്. സോളിനും ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായി മാറിയിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം പോലും എന്റെ അച്ഛൻ അറിയിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ടൈസങ് വിഷമിച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും സോളും ടൈസങ്ങിനെയും കൂട്ടിക്കൊണ്ട് മറ്റൊരു റെസ്റ്റോറന്റിലേക്കൊക്കെ പോകുന്നു. അവിടെ എത്തി അവന് ഫുഡൊക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ടൈസങ്ങും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഗേൾ ഫ്രണ്ട്സ് ബോയ് ഫ്രണ്ട്സിന്റെ സ്പൂണിലൊക്കെ ഫുഡും വെച്ചു കൊടുക്കാറില്ലേ എന്നൊക്കെയാണ് ടൈസങ് ചോദിക്കുന്നത്. ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ വേണ്ടി മാത്രം അഭിനയിക്കുന്ന ഒരുത്തനെയൊക്കെ ആണല്ലോ ഇന്നസെന്റ് ആയിട്ടുള്ള സോൾ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് ഇപ്പോഴത്തെ സോൾ ഓർക്കുന്നതും.
പിന്നെ നീയാകട്ടെ ആ ഇന്നസെന്റ് ആയിട്ടുള്ള സോളിനെയും കൊണ്ട് പലയിടത്തും ഡേറ്റിങ്ങിനൊന്നും പോയേക്കരുത്. ലൈബ്രറിയിലോ ബുക്ക് സ്റ്റാളിലോ വല്ലോ മാത്രം ഡേറ്റിങ്ങിന് കൊണ്ടുപോയാൽ മതി. പിന്നെ സൂര്യനൊക്കെ അസ്തമിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അവളെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി ആക്കിയേക്കണം. അതൊന്നും പോരാതെ നിന്റെ ബൈക്കിലൊന്നും അവളെ കേറ്റുകയോ ചെയ്യരുത്. അതൊക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നീ അനാവശ്യമായിട്ട് അവളെ തൊടുവാനേ പോയേക്കരുത്. നിങ്ങൾ ഇപ്പോഴും ചെറുപ്പമാണെന്നൊക്കെ അവനെയും അവൾ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ അവളും അവളും ഞാനുമായിട്ട് പോലും എനിക്കിപ്പോൾ ഇവനോടാണല്ലോ കാര്യങ്ങളൊക്കെ പറയേണ്ടതായിട്ട് വരുന്നതെന്നാണ് സോളും ഓർക്കുന്നത്. സൺഷയും ഇൻഹോക്കും കൂടി ഒന്നിച്ച് ഓഡീഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ ഇപ്പോൾ ടൈസങ്ങും അവളെ അറിയിക്കുകയാണ്. അതൊക്കെ അറിഞ്ഞ ഉടനെ തന്നെ അവളും ഇൻഹോക്കിനെ കാണുവാനായിട്ട് ചെല്ലുന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവനെയും കൂട്ടിക്കൊണ്ട് ഓഡീഷന് പോകരുതെന്ന്. പിന്നെയും നീ എന്തിനാണ് പോയതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സോളും ഇൻഹുക്കിന്റെ അടുത്ത് ദേഷ്യപ്പെടുമ്പോഴത്തേക്കും അവന്റെ അച്ഛന്റെ കോളൊക്കെ വന്നത് കൊണ്ട് തന്നെ അവനും ഓഡീഷനൊന്നും കൂടാതെ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇൻഹുക്കും അവളെ അറിയിക്കുന്നത്. അങ്ങനെ ഇരിക്കെ അവള് പിറകോട്ടൊക്കെ നടക്കുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കും സ്റ്റെപ്പിന്റെ മുകളിൽ നിന്നും താഴേക്കൊക്കെ വീഴുന്നു. പിന്നീട് ഇൻഹുക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുവാനായിട്ട് സൺഷൈനെയും കോൾ ചെയ്യുന്നു. അവള് വീണ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും അതൊന്നും ശ്രദ്ധിച്ചില്ല എന്ന മട്ടിലൊക്കെ സൺഷൈൻ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് അവിടുത്തെ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കുവാനായിട്ടും അവന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവളെ അന്വേഷിച്ച് അവനും പോകുന്നു. അവന് ബസ് സ്റ്റോപ്പിലെത്തി നോക്കുമ്പോഴത്തേക്കും ബസ്സൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ആ ഒരു ബസ്സിലൊക്കെ സോളും കിടന്നുറങ്ങുകയായിരുന്നു. കുറെ ദൂരം എത്തി കഴിയുമ്പോഴത്തേക്കുമാണ് സോളും കണ്ണു തുറക്കുന്നത്. അവൾ കണ്ണു തുറക്കുമ്പോഴാകട്ടെ ആ ഒരു ബസ്സിൽ ഡ്രൈവറും അവളും അല്ലാതെ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. ബസ്സും പെട്ടെന്ന് തന്നെ അവസാനത്തെ സ്റ്റോപ്പിലേക്ക് എത്തുന്നതായിരിക്കുമെന്ന് ഡ്രൈവർ പറയുമ്പോഴത്തേക്കും അവളും അവിടുത്തെ ഒരു സ്റ്റോപ്പിലൊക്കെ ചാടി ഇറങ്ങുകയാണ്. അവിടെ ഇറങ്ങിയതിനു ശേഷമാകട്ടെ ഇതൊക്കെ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ എന്നൊക്കെ അവളും ഓർക്കുന്നു. പക്ഷെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നുള്ള തോന്നലും അവളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തിരിച്ചു പോകാമെന്നും അവൾ പ്ലാൻ ചെയ്യുന്നു. ഒരു ടാക്സിക്ക് അവളുടെ അടുത്തേക്ക് വരുവാനായിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ഒരാൾ മദ്യപിച്ചൊക്കെ വരുന്നത് കാണുമ്പോഴത്തേക്കും ടാക്സിക്കാരന് മറ്റൊരു വഴിയൊക്കെ പോകുന്നു. ഇനി മദ്യപിച്ചെത്തിയിട്ടുണ്ടായിരുന്ന ആളും അവളുടെ അടുത്തൊക്കെ ചെന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അവൾക്കും ആകെ പേടിയാക്കുകയാണ്. പേടി തോന്നി അവളും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുവാനായിട്ടൊക്കെ നോക്കുന്നു. അങ്ങനെ അവൾ പോകുവാനായിട്ട് നോക്കുമ്പോഴാകട്ടെ അയാളും അവളുടെ പിറകെയൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞാൻ നീ വിചാരിക്കുന്നത് പോലെ മോശപ്പെട്ട ഒരാളല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാളും അവളെ ഫോളോ ചെയ്യുന്നത്. പേടിച്ചു പോയിട്ടുണ്ടായിരുന്ന അവളും ഞാൻ പോലീസിനെ വിളിക്കുവാനായിട്ട് പോകുകയാണെന്നൊക്കെ പറഞ്ഞ് ഫോൺ എടുക്കുമ്പോഴത്തേക്കും അയാളും പെട്ടെന്ന് ആ ഒരു ഫോണിലേക്കൊക്കെ കയറി പിടിക്കുന്നു. മാത്രമല്ല അയാളും അവളോട് സംസാരിക്കുവാനൊക്കെ ശ്രമിക്കുകയാണ്. അവൾ മൊത്തത്തിൽ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് അതുവഴിയെ സൺഷയും ടാക്സിയിലൊക്കെ അവളെ അന്വേഷിച്ച് എത്തുന്നു. അവളെ കണ്ട് കഴിയുമ്പോൾ തന്നെ സൺഷയും അവളുടെ അടുത്തേക്കൊക്കെ ഓടി വരികയാണ്. അവന്റെ ആ ഒരു ഓട്ടോ ഒക്കെ കാണുമ്പോഴത്തേക്കും ഇതിനു മുമ്പും അവൻ ഇതുപോലെ തന്നെ തന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവളും ഓർക്കുന്നു. ഈ ഒരു സമയത്താകട്ടെ അയാളും അവളുടെ ഫോണിൽ നിന്നും പിടിയൊക്കെ വിടുമ്പോഴത്തേക്കും അവളും ബ്രിഡ്ജിന്റെ മുകളിൽ നിന്നും താഴത്തെ വെള്ളത്തിലേക്ക് വീണു പോവുകയാണ്. സോളം അങ്ങനെ വെള്ളത്തിലേക്കൊക്കെ മുങ്ങി പോകുമ്പോഴത്തേക്കും സഞ്ജയും അവളെ രക്ഷിക്കാനായിട്ട് വെള്ളത്തിലേക്കൊക്കെ ചാടുന്നു. ഈ ഒരു സമയത്തായിരുന്നു ഇതിനു മുമ്പ് അവൾ അപകടത്തിലൊക്കെ പെട്ട സമയത്ത് അവളെ രക്ഷിച്ചത് ആരാണെന്നൊക്കെ അവൾ അമ്മയുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ആരാണെന്ന് അറിയിക്കുകയില്ല എന്ന കാര്യമൊക്കെ അമ്മയും അവളോട് പറഞ്ഞതിനെ കുറിച്ചൊക്കെ ഓർക്കുന്നത്. ഇപ്പോൾ അവൻ അവളുടെ അടുത്തേക്ക് നീന്തി വരുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ഇതിനു മുമ്പും അവൻ ഇതുപോലെ നീന്തി രക്ഷിച്ചിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് അവളും ഓർക്കുന്നു. അങ്ങനെ ഇരിക്കെ അവളെ രക്ഷിച്ചതിന് ശേഷം നിനക്ക് എന്തെങ്കിലും മുറിവൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ സൺജയും അവളുടെ അടുത്ത് ചോദിക്കുകയാണ്. ഇതിനു മുമ്പ് സൺജയും അവളെ ഹോസ്പിറ്റലിലേക്ക് ആക്കിയ സമയത്ത് അവളും നീ എന്തിനാണ് എന്നെ രക്ഷിച്ചത്, ഇതുപോലെ കിടക്കുന്നതിലും ഭേദം മരിക്കുന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവന്റെ അടുത്തും ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നും അവൾ സൺജയുടെ മുഖമൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് സഞ്ജയാണല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്കും അവൾക്കും ഒരുപാട് വിഷമമൊക്കെ തോന്നുകയാണ്. ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നത് ആക്സിഡന്റിനെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നോ അതോ നിന്നെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നോ എന്നൊക്കെ അവളും ഓർക്കുന്നു. അങ്ങനെ അവളും പെട്ടെന്ന് തന്നെ അവനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അതിനുശേഷം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു സീനൊക്കെ ആവർത്തിക്കുകയാണ്. അതായത് ബാൻഡ് ഗ്രൂപ്പ് ഒക്കെ തുടങ്ങിയതിനു ശേഷം റേഡിയോ ക്ലബിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്ന സഞ്ജയോട് ഒരാളെ കോൾ ചെയ്യുവാനായിട്ട് ഒരു ചലഞ്ച് ഒക്കെ കൊടുക്കുകയാണ്. ആ ഒരു സമയത്ത് സോളിനെ ആയിരുന്നു അവൻ വിളിച്ചിട്ടുമുണ്ടായിരുന്നത്. എന്റെ പേര് സഞ്ജയ് എന്നാണ്, നിനക്ക് എന്നെ അറിയാമോ എന്നൊക്കെ അന്ന് സഞ്ജ ചോദിച്ച സമയത്ത് സോളും അറിയില്ല എന്ന് മറുപടിയൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവനും ഒരുപാട് വിഷമിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.